നെഗോഷിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമ്മൾ പറയുന്ന ഒരു കാര്യമല്ലോ, ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോസിയേഷൻ ഉള്ളൂ. അതെ. അപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു സ്കില്ലും കൂടിയാണ്. പലപ്പോഴും ആളുകൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ അറിയില്ല. നമ്മൾ ഈ നെഗോസിയേഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അത് പിന്നെ കുറച്ച് മലയാളത്തിൽ സത്യത്തിൽ എനിക്ക് നെഗോഷിയേഷന്റെ അർത്ഥം കിട്ടിയില്ല. ബാർഗെയിനിങ്ങിന്റെ അർത്ഥം നമ്മൾ വിലപേശൽ എന്ന് പറയും. പക്ഷെ അത് കുറച്ചും കൂടി കോസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലേ, ഇത് കുറച്ചാൽ ഞാനിപ്പോൾ വാങ്ങിക്കാം, നീ ആ വില ഒന്ന് കുറച്ചാൽ എൻ്റെ ഈ വിലക്ക് തരികയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എടുക്കാം, ഇല്ലെങ്കിൽ നീ വെച്ചോന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് പിന്നെ ബാർഗെയിനിങ്. പക്ഷെ നെഗോഷിയേഷന്റെ പാർട്ടായിട്ട് ചിലപ്പോൾ ബാർഗെയിനിങ് വരും. പക്ഷെ നെഗോഷിയേഷൻ പലപ്പോഴും ഒരു ബ്രോഡ് പെർസ്പെക്റ്റീവില് കാണുന്ന ഒരു ചർച്ചയിലേക്ക് പോകണ ഒരു ചർച്ച അല്ലെ. ഞാൻ അത് കണ്ടപ്പോ നമ്മള് പറഞ്ഞതിന് ശേഷം നമ്മള് പിന്നെ ഗൂഗിൾ ചെയ്യുമ്പോ ചർച്ച എന്നൊക്കെ കൊള്ളാം കൊടുക്കാം, ഡീല് ഉറപ്പിക്കാമോ എങ്ങനെയുള്ള ലെവലിലുള്ള ഒരു ചർച്ചയാണ്. അതെ അതെ അതെ. അതിന്റെ മൊത്തം വരുമ്പരായികൾ, അതായത് നമ്മുടെ മാത്രല്ല, അതായത് ഈ വാങ്ങുന്ന ആളുടെ മാത്രല്ല കൊടുക്കുന്ന ആളുടെയും കൂടി ബെനിഫിറ്റിലേക്ക് പിന്നെ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള അതും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും ഒരു നെഗോഷിയേഷൻ അല്ലേ? അതെ. യു കനോട്ട് ഗെറ്റ് എവറിത്തിങ് ഇൻ ലൈഫ്. അതെ. ബട്ട് യു ഗെറ്റ് സംതിങ് ഓർ യു ഗെറ്റ് മെനി തിങ്സ് വെൻ യു നെഗോഷിയേറ്റ്. അതെ. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫ്രൈസിനത്, ഒരു കോട്ടിനത്. അതെ. നിങ്ങൾക്ക് എല്ലാം കിട്ടില്ല ലൈഫിൽ, പക്ഷെ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും കിട്ടുന്നുള്ളൂ. പലതും കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് യു ക്യാൻ ഗെറ്റ് എവറിത്തിങ്. അതിൻ്റെ ഒരു ഫ്രൈസാണ് അത്, അതൊരു കോട്ടാണ്. മലയാളത്തിലേ ഈ ആന ചോദിക്കുമ്പോൾ ആട് കിട്ടും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെ. കാരണം ആനക്ക് വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്, പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അതെ അതെ. ആസ്കിങ് ഫോർ മൂൺ എന്ന് പറയാം. ആസ്കിങ് ഫോർ മൂൺ. ചന്ദ്രൻ, നമ്മള് അമ്പിളി മാമനെ പിടിച്ചു വരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പം ഈ ഒരു വിഷയത്തിൽ നെഗോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളും അതുപോലെ തന്നെ ഒരു സെയിൽസ്മാനും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണത്. അതെ. നെഗോസിയേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗോസിയേഷൻ എപ്പോഴാണ് നെഗോസിയേഷൻ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വാങ്ങുന്ന ആൾക്കും കൂടി ബെനിഫിറ്റ് കിട്ടുമ്പോഴാണ് നെഗോസിയേഷൻ ആവുള്ളൂ. അല്ലെങ്കിൽ അതൊരു വൺ സൈഡായി മാറും. നെഗോസിയേഷൻ പലപ്പോഴും വൺ സൈഡ് ആവാറ്. എനിക്കത് വേണം, എനിക്ക് ഈ പ്രമോഷൻ വേണം, എനിക്ക് ഈ പ്രൈസിന് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ മേടിക്കില്ല, അങ്ങനെ ഒരു വൺ സൈഡ് ആകാറ സാധാരണ. പക്ഷേ ഇത് ഒരു വിൻ വിൻ സിറ്റുവേഷനിലേക്ക് ഈ ചർച്ച കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെൻ യു തിങ്ക് അബൌട്ട് യുവർ അതർ പാർട്ടി ആൾസോ, ദെൻ ഇറ്റ് ഈസ് എ നെഗോസിയേഷൻ. അപ്പോൾ അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. ഞാൻ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു സെയിൽസ്മാൻ വിളിച്ചിട്ട്, സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് കീപ്പർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നാസർക്ക് ഒന്ന് അർജൻറ്റായിട്ട് വരണം, നമ്മളെ പുതിയ ബയ്യർ വന്നിട്ടൊന്ന് കാണുന്നുണ്ട്. അങ്ങനെ ബയ്യറെ കാണാൻ പോയപ്പോൾ ബയ്യർ എന്നോട് കുറച്ച് ബോഡി എൻ്റെ മറ്റേ ഫേസും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈസ് എ വെരി ഹാർഡ് നട്ട് ടു ക്രാക്ക്, ഈസ് എ വെരി ഡിഫിക്കൽട്ട് പേഴ്സൺ ടു ഹാൻഡിൽ. എനിക്ക് മനസ്സിലായി, അവൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ വളരെ എമ്പതി ആണ്. ഞാനും പ്രോബ്ലംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാനും, ഐ ആം എ ഗുഡ് ഒബ്സർവർ, ഐ ആം എ ഗുഡ് ലിസണർ. ഐ നോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദി സെയിൽസ്. അതായത് സെയിൽസിൽ നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെൻ യു അപ്രോച്ച് ഫോർ എ സെയിൽസ് യു ഹാവ് ടു കീപ് കാം. അതെ, യു ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ദീസ് ക്വാളിറ്റീസ്. അപ്പം ഈ ബയ്യർ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പുതിയ പ്രൊമോഷൻ എന്താണ്? വളരെ വെയിറ്റ് ഇട്ടിട്ടാണ് സംസാരിച്ചത്. ആൾ പറഞ്ഞു, നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്നെ കാണുക, അസിസ്റ്റൻറ്റ് ബയ്യറുടെ അടുത്ത് പോവുക, സെയിൽസ്മാൻ്റെ അടുത്ത് പോകരുത്, നിങ്ങൾ എന്താണ് പ്രൊമോഷൻസ് എന്ന് പറയുക, ഇവിടെ നിന്ന് ആവശ്യമുള്ള ഓർഡർ മാത്രം എടുക്കുക, വലിയ ടെലിഫോണിൽ ഓർഡർ എടുക്കുക, കുറേ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ തന്നെ മനസ്സിലായി ഈസ് ത്രോയിങ് എ ലോട്ട് ഓഫ് വെയിറ്റ്. നമുക്ക് മനസ്സിലായി ഐ ആം നോട്ട് ഗോയിങ് ടു ഗിവ് ഹിം എനിത്തിങ് എന്നുള്ള ഒരു മൈൻഡ് തന്നെ എൻ്റെ മനസ്സിൽ കയറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് നോട്ട് എ ഫ്രണ്ട്, ഈസ് നോട്ട് തിങ്കിങ് അബൌട്ട് മീ, ഈസ് ഓൺലി തിങ്കിങ് അബൌട്ട് ഹിംസെൽഫ്. അപ്പോൾ അതെന്താണ് പ്രൊമോഷൻ, ഇതെന്താണ് പ്രൊമോഷൻ. അപ്പം ഞാനിത് പഠിച്ചു വെച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗോസിയേഷന് ഒരു ബയ്യർ എടുത്ത് പോകുമ്പോൾ ബയ്യർ 3 കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ബയ്യർ നമ്മൾ എന്ത് ഓഫർ കൊടുത്തു കഴിഞ്ഞാലും ആദ്യം നോ പറയും, അതാണ് അവൻ്റെ ഒരു ഇത്. പക്ഷെ നമ്മളോട് ഒരു ബയ്യർ നോ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ റോഡൻറ്റ്. അവിടെ അവൻ ബയ്യർ നോ പറയുന്നുള്ളത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത്. അവിടെ നെഗോസിയേഷൻ അവിടെ സ്റ്റോപ്പ് ആവണില്ല, ബട്ട് യു ഹാവ് ലോട്ട് ഓഫ് അതർ തിങ്സ് ടു ഓഫർ ഹിം.
ഓക്കെ. അപ്പോൾ അവൻ ആദ്യം നോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, ദിസ് ഓഫർ ഈസ് നോട്ട് ഫാസിനേറ്റിംഗ് മീ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു പർച്ചേസ് ദീസ് ഐറ്റംസ് പെർട്ടിക്കുലർലി. ഇങ്ങനെ ഓരോ ഐറ്റംസ് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും അവൻ്റെ മോട്ടീവ് എന്താണെന്ന്. ഈസ് ലുക്കിംഗ് ഫോർ സം കീ പ്രൊഡക്റ്റ്. അതായത് നമ്മളെ ഫാസ്റ്റ് സെല്ലിങ് SKU ആണ് അവൻ നോക്കുന്നത്. അവൻ്റെ മോട്ടീവ് എന്താണെന്ന് മനസ്സിലാവും. അവൻ്റെ പ്രൊമോഷൻ വരുന്നുണ്ട്, അവന് മറ്റേ ബാക്ക് ടു സ്കൂൾ വരുന്നുണ്ട്, അതിലേക്ക് പ്രൊമോഷൻ വേണം, അങ്ങനെ ഇത് വേണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ FOCനെ കുറിച്ച് ചോദിച്ചു തുടങ്ങി. എനിക്ക് ഫ്രീ ഓഫ് കോസ്റ്റ്, എനിക്ക് ഇത്ര സാധനം ഞാനിതെടുക്കാം, 100 കിലോ എടുക്കാം, എനിക്ക് 20 കിലോ ഫ്രീ തരണം എന്നൊക്കെ മനസ്സിലായി. ഈസ് ബൈയിങ്, ഈസ് ആസ്കിങ് ഫോർ മൂൺ. ഇതിൽ പറഞ്ഞ പോലെ അതെ. ഇപ്പൊ ഇതില് ആനനെ ചോദിക്കുന്ന ആടിന് വേണ്ടിയിട്ട്. അതെ അതെ അതെ. അപ്പൊ ഇതിലേ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളൊരു ആസ് എ സെയിൽസ് പേഴ്സൺ നമ്മുടെ തുറുപ്പ് ഷീറ്റ് ശരിക്കും നമ്മൾ മാറ്റി വെക്കണം അല്ലേ? എല്ലാം നമുക്കറിയാം. ഇവന് ഇത് നമ്മൾ ആദ്യം പറയുന്ന സാധനങ്ങളെല്ലാം അവൻ നോ പറയുന്നത് നമുക്കറിയാം. ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഒരു കസ്റ്റമറുടെ അടുത്ത് പോകുമ്പോൾ അതെല്ലാം പറഞ്ഞു യു ഹാവ് ടു have a very good knowledge about your service, product, your customer behavior, your objections. എന്തൊക്കെ അപ്പുറത്തുനിന്ന് വരും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ പ്രിപ്പയർ ആയിരിക്കണം. അതെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോട് ഞാൻ വെച്ച പ്രൊമോഷനൊന്നൊക്കെ അവൻ റിജക്ട് ചെയ്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ പോക്ക് അവിടെ വെക്കണം എന്നുള്ളത്. അവൻ 2-3 ഐറ്റംസ് മാത്രമേ അവന് കണ്ണുള്ളൂ. പിന്നെ അവന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FOC, ഫ്രീ ഓഫ് കോസ്റ്റ് സാധനങ്ങളുണ്ട്. ഇത് 3 എനിക്ക് മനസ്സിലായി. ഞാനിതൊന്നും ഓഫർ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ഇപ്പം നമ്മൾ കൊടുക്കില്ല, കാരണം സാധനങ്ങൾക്കൊക്കെ വില കൂടി. ഓഫർ ഇപ്പോൾ ഈ ഒരു മെയിൻ അവൻ ചോദിച്ച കാര്യങ്ങളിലൊന്നും എനിക്ക് ഓഫർ ഇപ്പോൾ തരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഓഫ് പ്രോഡക്റ്റ് ഓൾസോ, വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ദീസ് ഐറ്റംസ് എസ്പെഷ്യലി. പിന്നെ ഇത് ഞാൻ കൊടുത്ത ഓഫറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അവനോട് പറഞ്ഞ് യു ടേക്ക് ദീസ് ഓഫേഴ്സ്, ദീസ് ആർ വെരി ഫാസ്റ്റ് മൂവിങ്, കറൻ്റ്ലി പീപ്പിൾ ആർ ബൈയിങ് ദീസ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. എന്നിട്ട് ഷെയ്ക്കൻ്റെ കൊടുത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് എന്നാലും ഞാൻ അവിടെ ക്ലോസ് ചെയ്തില്ല. ഞാൻ പറഞ്ഞ് ഐ സ്റ്റിൽ യുനോ ഗോയിങ് ടു കൺസിഡർ യു, ലെറ്റ് മീ ചെക്ക് മൈ സ്റ്റോക്ക് പൊസിഷൻസ്, എല്ലാം നോക്കട്ടെ. പ്രൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ 10% അല്ലെങ്കിൽ 12% ബാക്ക് എൻഡ് തരുന്നുണ്ട്. FOC നമ്മളെടുത്തില്ല, സ്റ്റോക്ക് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വളരെ അവനും പിടികൊടുക്കാത്ത വിധത്തിൽ നെഗോസിയേഷൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ തിരിച്ചു പോയി. തിരിച്ചു പോയിട്ട് ഞാൻ പിന്നെ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ നിനക്ക് XYZ പ്രോഡക്റ്റ് അല്ലേ നിനക്ക് കൂടുതൽ താല്പര്യം, അത് ഞാൻ നിനക്ക് ഓഫർ തരാം. നീ ഒരു 10 ബോക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ബോക്സ് ഫ്രീ അല്ലെങ്കിൽ 1 ബോക്സ് ഫ്രീ എന്നൊക്കെ ഉള്ള ലെവലിലുള്ള ഒരു പ്രൊമോഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോസിയേഷൻ അവർ നമ്മളടുത്തുനിന്ന് ആദ്യം നോ പറയും. പിന്നെ അപ്പം നമ്മൾ ആ സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏതൊക്കെ അവരുടെ മോട്ടീവ് എന്താണ്, വിളിച്ച മോട്ടീവ് എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അവർ നമ്മളോട് when they ask for moon then you give them some stars. അതെ, എന്തെങ്കിലും ആ ലെവലിലേക്ക് ചെറുത് കൊടുത്തിട്ട് ഇതാക്കാന്നുള്ളൂ. അപ്പം നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മച്ച് നെഗോസിയേഷൻ ഓൾസോ നോട്ട് ഗുഡ്. അതെ, നെഗോസിയേഷൻ ഇരിക്കുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോകുമ്പോൾ അവർക്കും ഗുണം വേണം, നമുക്കും ഗുണം വേണം. അത് ബയ്യറും മനസ്സിലാക്കുക, സെയിൽസ്മാനും മനസ്സിലാക്കുക. ഇറ്റ് ഷുഡ് ബി എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ഓഫ് us.